ചങ്കുകളെ നമ്മളിപ്പോൾ 1 കിലോ അടിപൊളി പോത്താണ് കേട്ടോ. നമ്മുടെ ആലപ്പുഴ വാലിയോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് 4 സ്റ്റോളുണ്ട്. അതിൽ നമ്മളൊരു സ്ഥലത്തുനിന്ന് വാങ്ങിയതാണ്. നമുക്ക് നന്നായിട്ട് അതിനെ കഴുകിയെടുക്കും. ഇതാണ് നമ്മുടെ പോത്ത്. ഒറിജിനൽ പോത്തുകളൊക്കെ നമുക്കവിടെ ഇഷ്ടം പോലെ കിട്ടും. നമ്മൾ ഇച്ചിരി എല്ലൊക്കെ വാങ്ങിക്കണം. ഇത് ഇച്ചിരി എല്ല്, കരൾ നമ്മൾ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം നമ്മുടെ ഗസ്റ്റിന് കരളിനോട് വലിയ താല്പര്യമില്ല. പിന്നെ നമ്മളെന്താണ് ഇച്ചിരി കൊഴുപ്പ് കൂടെ വാങ്ങിച്ചു. അപ്പോൾ എല്ലാം കൂടി ഇട്ട് ഒരു സ്വയംഭൻ ബീഫ് റോസ്റ്റ്, ബീഫ് കറി, പാലപ്പമാണ് ഇന്നത്തെ നമ്മുടെ കോംബോ. അപ്പോൾ എല്ലാവരും ഇറച്ചി കഴിക്കുന്ന കണ്ടുകൊണ്ട് ഒരാളും ഇരുന്ന് ചിരിക്കുകയാണ്. മോള് നമുക്ക് എന്ത് പറഞ്ഞാലും ചിരിയാണ്. അപ്പോൾ വേണ്ട കുടുകുടാന്ന് ചിരിച്ചുകൊണ്ടിരിക്കുക ബീഫ് കഴുകുന്നതല്ല. അപ്പോൾ നമ്മളിതെല്ലാം കഴുകി വൃത്തിയാക്കി കഴുകി വാരി. അപ്പോൾ നമ്മുടെ വൈഫ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ നമ്മളിത് ഇറച്ചി ബീഫ് കറിക്കുള്ള നമ്മുടെ പോത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസ്, അതായത് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യുകയാണ്. നമ്മൾ മല്ലിയില, ഇച്ചിരി പുതിന ഇല, ഇഞ്ചി, ഇത്രയൊന്നും വേണ്ട കേട്ടോ. ടൊമാറ്റോ എല്ലാം ഉണ്ട്. നമ്മുടെ ഗ്രീൻ ചില്ലി ഉണ്ട്. പിന്നെ ഐറ്റംസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ ഗൈസ്. നമ്മൾ വീഡിയോ എടുത്ത് കൊടുക്കുന്നത് ഒരു മിനിറ്റ് ടൈം അറിയല്ലേ? സ്ലൈസ് ആയിട്ട് നമ്മൾ അരിഞ്ഞു വിടാം. മതി മന നമ്മൾ വെളുത്തുള്ളി ചതക്കുകയാണ്. ആദ്യം വെളുത്തുള്ളി ചതച്ച് മാറ്റുക. അത് അടിക്കുന്നു വയ്ക്കട ഇടി. ഇളക്കി ഇന്ന് അങ്ങനെ ലോക്കിട്ട് ഓക്കെ. നമ്മൾ പെരിഞ്ചീരകം പൊട്ടിച്ചിരിക്കുകയാണ്. അതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മുടെ ഇടികല്ലിൽ ഇടിച്ചതാണ് സംഭവം. അത് മൂത്തൊരുവിധം മയപ്പെട്ട് വരുമ്പോൾ തേങ്ങാക്കൊത്ത് നമുക്ക് വറുത്തെടുക്കണം. അതിൻ്റെ കൂടാടരുത്, മൂക്കത്തില്ല, കരിയാൻ പാടില്ല. അപ്പോൾ അത് അതെ തേങ്ങാക്കൊത്ത് കൊണ്ട് കൊണ്ടുവന്നു. ഞങ്ങളൊരു കൂട്ടപ്പാചകമാണ്. ഇത് നമുക്കിച്ചിരി ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ടാണ്. ബീഫ് നമ്മളൊരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ എടുത്ത സാധനങ്ങൾ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ എത്രത്തോളം ഇടുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും കേട്ടോ. നാടൻ കരിവേപ്പിലയാണ് നമ്മൾ ഇടുന്നത്. നാടൻ കരിവേപ്പില എന്ന് പറയുമ്പോൾ അവൻ്റെ ഒരു മണവും ആ ഗുണവും നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിയൊക്കെ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. എല്ലാം കൂടെ
കാരക്കായി. ഉപ്പിട്ടായിരുന്നു. ഉപ്പിട്ട് നമ്മളെ ഒരു തരം ഉപ്പിടും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് നമുക്കത് വാടിക്കിട്ടും. അതാണ് അതിൻ്റെ പരിവെന്ന് പറയുന്നത്. നമ്മുടെ ബീഫൊക്കെ ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ചെറുനാരങ്ങ അതിനകത്ത് പിഴിഞ്ഞെടുക്കും. നമുക്കിത്ര കൊണ്ടിട്ട് നമുക്ക് ഞങ്ങൾക്കല്ല ഫാമിലി നമുക്കൊരു ഗസ്റ്റുകളുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ നമ്മൾ വേണ്ടിയിട്ടാണ് ഒരു ലാർജ് സ്കെയിലിൽ സംഭവം എടുത്തത്. അല്ല ഈ രാഷ് കളറ് നമുക്ക് വരണം, അല്ലെങ്കിൽ മധുരി. നമ്മൾ അത്ര സവോള, ഒരു 3-4 സവോള നമ്മൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബീഫ് കറി ഏകദേശമൊക്കെ തിളച്ച് തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ വറുത്തത് കൂടെ ആഡ് ചെയ്യുകയാണ്. കറി ഒന്ന് കുറുകണം. ഇച്ചിരി ബീഫ് ഇച്ചിരി നമ്മൾ ചാറിലാണ് ഇടുന്നത്. കാരണം അപ്പത്തിൻ്റെ കൂടെ വിളമ്പേണ്ട കൊണ്ട് നമുക്ക് ആ ഒരു പരുവം കണക്കാക്കി ഇച്ചിരി ചാറി തന്നെ വെക്കാനായിട്ടുള്ള പരിപാടി. അപ്പോൾ അധികം മൂക്കാത്ത പോത്തായിരുന്നു, അതുകൊണ്ട് നല്ല സോഫ്റ്റായിട്ടുണ്ട് നമ്മൾ. ചെറുനാരങ്ങ കൂടെ നമ്മൾ നീര് കൂടെ കൊടുത്തപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇതിൻ്റെ വേപ്പില കൂടെ നമ്മളൊരു മണത്തിന് കഴുകിയിടുക. ഓക്കെ ഗൈസ്, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, നമ്മുടെ വീഡിയോകളൊക്കെ. കാരണം നമ്മളൊക്കെ തുടക്കക്കാരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ. കാരണം നമ്മൾ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനും കൂടെയാണ് നമ്മൾ ഈ വീഡിയോകളും ചാനലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറേ ചാരിറ്റി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നമ്മളിതിനകത്ത് ഒരു ഏണിങ്സ് കിട്ടിയാൽ നമുക്കതൊക്കെ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നത്, നിങ്ങൾ ജസ്റ്റ് വീഡിയോ കാണുന്ന വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് വിട്ടാൽ മാത്രം മതി. അതുപോലെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മണം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആയി. അപ്പോൾ നമ്മുടെ ബീഫ് കറിയാണ് ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ പരിപാടിയൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാര്യം എത്തുമ്പോഴത്തേക്ക് പരിപാടി തുടങ്ങും. എന്താണ് ഇനി എന്താണ് കുരുമുളകല്ലേ പെപ്പർ കൂടെ ആടി നമ്മുടെ എരിവിനനുസരിച്ചിട്ടാണ് കുരുമുളക് ജസ്റ്റ് നമ്മൾ ഇട്ടതാണ്. കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് അതവരെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ ഗൈസ്.